السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് നിത്യജീവിതത്തിലെ ഓരോ സമയങ്ങളെയും നിമിഷങ്ങളെയും ക്രമീകരിക്കണമെന്ന് സ്വയം മറക്കാതെ ഓരോരുത്തരെയും ഓർക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ഏറ്റവും ഫലവത്തായ രീതിയിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും നാട്ടുകാർക്കുമെല്ലാം ഖൈറിനു വേണ്ടി പ്രവർത്തിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾ നാളത്തെ ലോകത്ത് റബ്ബിന്റെ മുന്നിൽ അതിന് കണക്ക് പറയേണ്ടി വരും എന്ന ചിന്തയും സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായും ഏത് തരത്തിലുള്ള അനുഗ്രഹങ്ങളായാലും അത് നാളത്തെ ലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. മുമ്പ് നമ്മൾ മനസ്സിലാക്കി, റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഹിദായത്ത് ലഭിച്ച നമ്മൾ ആ ഹിദായത്ത് നിലനിർത്താനും ആ ഹിദായത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഹിദായത്തിലായിക്കൊണ്ട് തന്നെ മരണപ്പെടാനും ഒക്കെ വേണ്ടി എന്ത് പരിശ്രമിച്ചു. അതുപോലെ ഈ ഹിദായത്ത് കിട്ടാത്ത
ഒരുപാട് ജനവിഭാഗങ്ങൾ, പല തരത്തിലുള്ള, പല പ്രദേശത്തിലുള്ള, പല ആശയത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എന്ത് പരിശ്രമിച്ചു എന്ന ചിന്തയായിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മിൽ ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും സമ്പത്ത് റബ്ബ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹമാണ്. ആയുസ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹമാണ്. അത്തരത്തിൽ നമ്മളിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ ഇരിക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് എന്റെ റബ്ബ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് പറയുക? റബ്ബേ, നീ എനിക്ക് കണ്ണിനെ നൽകി, ആ കണ്ണ് കൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ അടുക്കൽ ചില കാര്യങ്ങൾ ഉണ്ടാകേണ്ടത്. റബ്ബേ, നീ എനിക്ക് ഇത്ര വർഷം ദുനിയാവിൽ ജീവിക്കാൻ ആയുസ് നൽകി, പ്രായപൂർത്തി എത്തിയ നിമിഷം മുതൽ നീ എന്നെ മരിപ്പിക്കുന്നത് വരെ നീ നൽകിയ ആയുസിൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് റബ്ബ് ഓഡിറ്റ് നടത്തുമ്പോൾ റബ്ബിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ നമ്മുടെ കിതാബുകളിൽ ഫയലുകൾ വേണം. മീസാനിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്കൊരുപാട് ഉണ്ടാകേണ്ടതുണ്ട്. ആയുസ്സിനെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച്, സമയത്തെ കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ചെല്ലാം ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്ന കാര്യമാണ് 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണേ. അതിൽ നമ്മുടെ ഓരോ കാര്യങ്ങളെയും എണ്ണി പറഞ്ഞു. വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള അതിന്റെ യുവത്വകാലത്തിന് ഉപയോഗപ്പെടുത്തണം. രോഗം വരുന്നതിന്റെ മുമ്പുള്ള ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരക്ക് വരുന്നതിന് മുമ്പുള്ള അതിന്റെ ഒഴിവു സമയത്തെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ സമ്പന്നതയെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാത്തിനും ഉപരിയായിക്കൊണ്ട് മരണം വരുന്നതിന്റെ മുമ്പുള്ള നിന്റെ ആയുസ്സിനെ നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഹയാത്തുക ഖബ്ല മൗതിക, ഹയാത്തുക നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ ജീവിതം നീ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്? നമ്മുടെ മീസാനിൽ ഉണ്ടാകണം ചില അടയാളപ്പെടുത്തലുകൾ. ഈ ദുനിയാവിൽ റബ്ബ് നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിനും അനുസരിച്ച് ഞാൻ ഇതാ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റബ്ബിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, ലോകത്തിന്റെ കിടപ്പെടുത്തു നോക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ച അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ റസൂലാണെന്ന് അംഗീകരിച്ച, ഷഹാദത്ത് കലിമ ഉറക്കെ പ്രഖ്യാപിച്ച, ജീവിതത്തിൽ ഇസ്ലാം കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങളുടെ അവസ്ഥകൾ എടുത്തു നോക്കിയാൽ മറ്റു പല രാജ്യങ്ങളിലും ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാ വിധത്തിലുമുള്ള നിർഭയത്വവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിക്കൊണ്ട് വിലയിരുത്തുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അത് ആ ഒരു നിർഭയത്വം എന്നുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ പ്രാതിനിധ്യം എന്നുള്ളത്, ഇവിടെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ വളരെ സുന്ദരമായ ഈ ഒരു സാമൂഹിക സാഹചര്യം എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്താണ്, റബ്ബിന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ദീന് ആചരിക്കാൻ, ഉറക്ക വാങ്ക് വിളിക്കാൻ, ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ, സമ്മേളനങ്ങൾ നടത്താൻ, ജനങ്ങൾക്കിടയിലേക്ക് ഇസ്ലാമിനെ ദഅവത്ത് നടത്താൻ, ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് പരസ്യമായി മറുപടി പറയാൻ, ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ടൊരു മുസ്ലിമിന് ജീവിക്കേണ്ട എല്ലാ കാര്യങ്ങളെയും 100% പൂർത്തീകരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയവരാണ്
നമ്മൾ എന്നുള്ള ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. എന്നിട്ടും നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടില്ല എങ്കിൽ നാളത്തെ ലോകത്ത് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൃത്യമായി കൊണ്ട് ആണയിട്ട് പറയുകയാണ്. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും റബ്ബ് നൽകിയ ഓരോ നിഅമത്തുകളെ കുറിച്ചിട്ടും. പറയാൻ എന്തുണ്ട് മറുപടി എന്ന് ഓരോരുത്തരും ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇനി സൂറത്തുൽ ഹജ്ജിന്റെ 41-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കൊരു നാട്ടിൽ റബ്ബ് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ, നമുക്ക് എല്ലാ നിലക്കും മുന്നോട്ട് പോകാനുള്ള അവസരം റബ്ബ് നൽകിയിട്ടുണ്ടെങ്കിൽ, സത്യവിശ്വാസികൾ അവിടെ ചെയ്യേണ്ട പണി എന്താ? അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ് الذين مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور الذين مكناهم في الأرض ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാധീനം നൽകിയിട്ടുണ്ട് എങ്കിൽ, ആധിപത്യവും പ്രാതിനിധ്യവും നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ, അവർ ചെയ്യേണ്ടത് അവർ നമസ്കാരം നിലനിർത്തേണ്ടതുണ്ട്, അവർ സകാത്ത് കൊടുത്തു വീട്ടേണ്ടതുണ്ട്, അവർ നന്മ കൊണ്ട് കൽപ്പിച്ചിരിക്കണം, അവർ തിന്മകൾ തടഞ്ഞുകൊണ്ടിരിക്കണം. ഏറ്റവും നല്ല പര്യവസാനം ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്കാണ്. കാര്യങ്ങളെല്ലാം മടങ്ങിച്ചെല്ലാനുള്ളത് അല്ലാഹുവിന്റെ അടുക്കലേക്കാണ് എന്നത് നിങ്ങൾ മറന്നു പോകരുത്. റബ്ബ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുക. നമുക്കൊരു നാട്ടിൽ സ്വാധീനം ഉണ്ട് എങ്കിൽ, നമുക്കവിടെ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ, നമ്മൾ നിർവഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണത്? അത് അവർ നമസ്കാരം നിലനിർത്തണം. നിസ്കരിക്കണമെന്ന നമസ്കാരം നിലനിർത്തണം. ഇവിടെ നമുക്ക് ഇതിന്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും, വെറും നിസ്കരിക്കണം എന്നതല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച് നമസ്കാരം എന്നത് ഇബാദത്താണ്. ഇബാദത്ത് അടിമ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതാണ്. അല്ലാഹുവിനോടുള്ള എല്ലാ ബാധ്യതയും കൃത്യമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്റെ ആരാധനാ കാര്യങ്ങളിലെല്ലാം തന്നെ നിർബന്ധ ബുദ്ധിയ കണിശമായി കൃത്യതയോടുകൂടെ പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ ഒരു മുസ്ലിമായി ജീവിക്കാൻ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? നിസ്കരിക്കാൻ തടസ്സമുണ്ടോ? നോമ്പെടുക്കാൻ തടസ്സമുണ്ടോ? ബലിയർക്കാൻ തടസ്സമുണ്ടോ? ഒരു നിലക്കും ഒരു പ്രശ്നവുമില്ലാതെ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശവും നമുക്ക് നൽകപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത് നിന്ന് പടച്ചോന് കൊടുക്കേണ്ട ഒരു കാര്യത്തിനും ഇനി വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. കാരണം റബ്ബ് അത് പ്രത്യേകം ചോദിക്കും. നിസ്കരിക്കാൻ ഞങ്ങൾക്ക് പള്ളികളില്ലായിരുന്നു റബ്ബേ എന്ന് പറയാൻ നമുക്ക് അവസരമില്ല. ഞങ്ങളുടെ പള്ളികൾ മിസൈലുകൾ തകർത്തിരിക്കുകയായിരുന്നു റബ്ബേ, ഞങ്ങൾക്ക് ജുമുഅക്ക് ഒരുമിച്ച് കൂടാൻ പട്ടാളക്കാർക്കിടയിൽ വെച്ചുകൊണ്ട് സാധിക്കുകയില്ലായിരുന്നു, അവരുടെ കണ്ണു വെട്ടിച്ചായിരുന്നു റബ്ബേ ഞങ്ങൾ നിസ്കരിച്ചിരുന്നു എന്ന് പറയേണ്ട ഒരു ഗതികേട് ഇപ്പൊ അൽഹംദുലില്ലാഹ് നമുക്കില്ല. ദീനായിക്കൊണ്ട് നടക്കാൻ ഒരു തടസ്സവും നമുക്കിന്നില്ല. ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ നമുക്ക് തടസ്സമില്ല. ഇസ്ലാമിക മര്യാദകൾ പാലിക്കാൻ നമുക്ക് തടസ്സമില്ല. നമുക്ക് നമ്മുടെ ദീൻ അനുവദിക്കാത്തൊരു കാര്യം നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല. നമ്മൾ വിചാരിച്ച എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ
അതിന് വിപരീതമായി ഉണ്ടെങ്കിൽ അത് അവിടുത്തേതായ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നല്ലാതെ നാടിനെ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാം കൊണ്ട് നടക്കാൻ ഒരു തടസ്സവും ഇല്ലായിട്ടും നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് ധിക്കരിക്കുന്നുവെങ്കിൽ, നമ്മൾ പലിശ വാങ്ങുന്നുവെങ്കിൽ, നമ്മൾ ഹറാമിലൂടെ ജീവിക്കുന്നുവെങ്കിൽ, കാണാത്തത് കാണുന്നുവെങ്കിൽ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നുവെങ്കിൽ, നമ്മൾ ഹറാമിലൂടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതൊരൽപ്പം ഗൗരവമാണ്, ഒരൽപ്പം ഗൗരവമാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ തിരുത്തേണ്ടിടത്ത് തിരുത്തി തുടങ്ങേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, എന്താണ്? അവർ സകാത്ത് കൊടുക്കണം. സകാത്ത് കൊടുക്കേണ്ടത് ആർക്കാ? പടച്ചവനല്ല കൊണ്ടുപോയി കൊടുക്കേണ്ടത്. മക്കൾക്ക് പാർസലായിട്ടല്ല വേണ്ടത്, മറിച്ച് അത് അതിന്റെ അവകാശികളുടെ കയ്യിലെത്താം. എന്താണ് സകാത്ത്? അവകാശികൾക്ക് നൽകേണ്ട നിർബന്ധ ദാനമാണ് ഫരീളത്തു സ്വദഖയാണ്. ആർക്ക്? അതിന്റെ അവകാശികളെ കണ്ടെത്തി അവർക്ക് വേണ്ടത് കൃത്യമായി നമ്മൾ അവരിലേക്ക് എത്തിക്കണം. അതിനു വേണ്ട സിസ്റ്റം നമ്മിൽ ഉണ്ടായിരിക്കണം. സകാത്ത് മാത്രല്ല, ബാക്കി എല്ലാ കാര്യവും, രോഗികളായി കിടക്കുന്നവരെ പരിചരിക്കണം, അയൽപക്ക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം, വ്യക്തികളുമായുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും നിർവഹിക്കണം. സകാത്ത് എന്ന് റബ്ബോട് പറഞ്ഞത് ഒരു ശുദ്ധീകരണമാണ്. എന്തിന്റെ? എല്ലാ നിലക്കും നമ്മളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. സമ്പത്തിന് സകാത്ത് വേണം, നമ്മുടെ വ്യക്തിത്വത്തിനും സകാത്ത് വേണം, നമ്മുടെ മനസ്സിന് സകാത്ത് വേണം. അത് അഫ്ലഹ മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് റബ്ബ് പ്രയോഗിച്ചത് സക്കാഹ എന്നാണ്. ഏതാണത്? സംസ്കരിക്കുക എന്നാണ്. ഏത്? മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ കൃത്യമായി സംസ്കരിച്ചിരിക്കണം. എവിടെ നിന്ന്? എല്ലാ മ്ലാച്ഛതകളിൽ നിന്നും, എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും, എല്ലാ വൃത്തികേടുകളിൽ നിന്നും, എല്ലാ ഹറാമുകളിൽ നിന്നും നമ്മളെ സംസ്കരിച്ചിരിക്കണം. നമ്മുടെ കുടുംബത്തെ സംസ്കരിച്ചിരിക്കണം. നമ്മുടെ നാടിനെ സംസ്കരിച്ച് ഉയർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് പണിയുണ്ടാകും, കുറച്ച് പ്രയാസം ഉണ്ടാകും, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അഫ്ലഹ, അവൻ വിജയിച്ചു എന്നുള്ളത്. ആത്മശുദ്ധീകരണം, ആത്മസംസ്കരണം നമുക്ക് വേണം. നമ്മളിങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇസ്ലാമിന്റെ ആളായിട്ടൊക്കെ നടക്കുകയാണ് എങ്കിലും നമ്മുടെ ഉള്ളറിയുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ പറഞ്ഞതും നമ്മൾ ആഗ്രഹിച്ചതുമെല്ലാം റബ്ബറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലീമാണ്, അസ്സമീആൻ, അൽ ബസീറാൻ, അൽ ഖബീറാൻ, അല്ലാഹു അക്ബർ. തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളെ ശുദ്ധീകരിക്കേണ്ടിടത്ത് ശുദ്ധീകരിച്ചു തുടങ്ങേണ്ടതുണ്ട്. മാത്രവുമല്ല വഅമറൂ ബിൽ മഅറൂഫ്, എല്ലാവരും ഇങ്ങനെ സോപ്പിട്ട് നിർത്തല്ല വേണ്ടത്. അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ? അതിപ്പോ അവർക്ക് ഇഷ്ടാകുമോ? ഇത് ഇവർക്ക് പറ്റുമോ? മറ്റവരെന്താ വിചാരിക്കുക? ഞാനൊരു പഴഞ്ചനാവോ? ഇതൊന്നും നമ്മൾ ആലോചിക്കണ്ട. വഅമറൂ ബിൽ മഅറൂഫ്, നന്മയുണ്ടോ കൽപ്പിക്കണം, നന്മ കൽപ്പിക്കണം. നമ്മള് പള്ളിയിലേക്ക് പോവാ, മക്കളെ വരി എന്ന് പറഞ്ഞ് മക്കളെ കൂട്ടണം. നമ്മുടെ സുഹൃത്ത് അവൻ നമ്മൾ ജുമക്ക് പോന്ന ശരിടാ, ഞാൻ പോയി വരാം എന്ന് പറയല്ല. എടാ ജുമന്റെ ദിവസമല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാം. ചിലപ്പോ നമ്മളൊന്ന് വിളിച്ചാൽ വരുന്ന പലരും ഉണ്ടാകും, നമ്മളൊന്ന് ക്ഷണിച്ചാൽ ദീനിലേക്ക് സജീവമാകുന്ന പലരുണ്ടാവും. നമ്മളുടെ ഒരു വിളി കാത്തു നിൽക്കുകയാണ് അവര്. ഇത്രയും കാലം അപ്പൊ ഞാനൊക്കെ നടന്നു, ഇനിയിപ്പൊ എങ്ങനെയാ ഞാൻ അവരുടെ കൂടെ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ചില ആളുകളുണ്ടാവും. അവരെങ്ങോട്ട് പോയി കൈപിടിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. എന്തേ നമുക്ക് ഇത്ര മടി? ദീനിന്റെ കാര്യത്തിലാവുമ്പോ നമ്മൾ അങ്ങനെ പല മടിയുണ്ടാവും. നേരെ കുറച്ചൊരു കല്യാണത്തിന് പോകുമ്പോ അവിടെ കല്യാണം പോവാ, നമുക്ക് ഒരുമിച്ച് പോകാൻ നമ്മളെ വിളിച്ചു കൊണ്ടുപോകാൻ വളരെ, ഒരു പാർട്ടിക്ക് പോകുമ്പോ, ഒരു ടൂറ് പോകുമ്പോ എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തേ പള്ളിയിലേക്ക് വരുമ്പോ അങ്ങനെ ഇല്ലാത്തത്? ഒരു സമ്മേളനത്തിന് പോകുമ്പോ അങ്ങനെ ഇല്ലാത്തത്? ഒരു ദീനി ദഅവ പ്രോഗ്രാമിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ ആ ഒരു രീതി, അത് പറയാൻ നമുക്ക് എന്തോ ഒരു മടി. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം, കുടുംബക്കാരെ ക്ഷണിക്കണം.
ദീനിയായിട്ടുള്ള ഒരു കാര്യം ഫാമിലി ഗ്രൂപ്പിലേക്ക് അയക്കാൻ നമുക്ക് മടി. അതെല്ലാവരും ഗ്രൂപ്പല്ലേ, എല്ലാം വേണ്ടാത്തവരും അതിന് വരുന്നുണ്ടാവും, മ്യൂസിക് അതിന് വരുന്നുണ്ടാവും, അവരും അവിടെ ഇവിടെയൊക്കെ പോയി പലരും സെൽഫി എടുത്തത് ആ ഗ്രൂപ്പിൽ വരുന്നുണ്ടാകും, കാണാൻ പാടില്ലാത്ത പലതും വരുന്നു. അതൊന്നും പ്രശ്നമല്ല. ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതിലേക്ക് അയക്കാൻ നമുക്ക് മടി. മറ്റുള്ളവർക്ക് എന്താ വിചാരിക്കുക, അവരെന്താ വിചാരിച്ചോട്ടെ, അതെന്താ വിചാരിക്കുക, ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിക്കേണ്ടത് അങ്ങനെ വിളിക്കണം, സംസാരിക്കേണ്ടവരെ സംസാരിക്കണം. എന്നിട്ട് നന്മകൾ എങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെയൊക്കെ നമ്മൾ പരിശ്രമിക്കണം. ഇത് ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളിങ്ങനെ ഓർക്കുക, നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ച് രസിച്ച് ഫുഡ് കഴിച്ച് എല്ലാ നിലക്കും കഴിഞ്ഞിരുന്ന പലരും നമ്മളെ നോക്കിയിട്ടടാ നീ പറഞ്ഞു തന്നില്ലല്ലോ, നീ അറിയിച്ചു തന്നില്ലല്ലോ, നീ അന്ന് പള്ളിയിൽ പോയപ്പോ സമ്മേളനത്തിൽ പോയപ്പോ ആ കാര്യത്തില് നീ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ എന്ന് പരലോകത്തുനിന്ന് പറയും. അവരുടെ വിധി നരകമാണെന്ന് പറഞ്ഞ് അവരെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എറിയുമ്പോ അവർ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥ വരും. നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം, കൂടെയുള്ളവരെ കൂട്ടണം. ഇന്നിപ്പോ നമ്മൾ പള്ളിയിലേക്ക് വന്നു, നമ്മളുടെ കാറിൽ പെട്രോൾ അടിച്ച് പള്ളിയിലേക്ക് വരുമ്പോ അവിടെ ആ കാറിൽ 4 സീറ്റ് കാലിയാണ്, 2 സീറ്റ് കാലിയാണ്. എന്തേ ഈ മലയാള ഹുതുബയൊന്നും കേൾക്കാത്ത, അതിനൊന്നും അവസരം കിട്ടാത്ത, നമ്മൾ വിളിച്ചാൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലും നമ്മുടെ സൗഹൃദ വലയത്തിലും ഒക്കെ ഉണ്ടായിട്ട് അവരെന്തേ നമ്മൾ വിളിക്കാത്തത്? ഇനി ആരാ അവർക്ക് കൊണ്ടുവരാ? ആരാ അവർക്കൊക്കെ ഈ ദീൻ എത്തിച്ചു കൊടുക്കുക നമുക്ക് വല്ല തടസ്സമുണ്ടോ? അതുപോലെ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ഈ നാട്ടിലുണ്ടല്ലോ. ഈ നാട് ഇത്ര സുന്ദരമായി നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല എങ്കിൽ നാളത്തെ കോടതിയിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരില്ലേ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മാത്രമല്ല തിന്മകളെ തടയണം. നമുക്ക് മടിയാണ്. എങ്ങനെയപ്പോ ഞാനത് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക? ഞാനൊരു പഴഞ്ചനാവൂലേ, 6-ാം നൂറ്റാണ്ടിന് വണ്ടി കിട്ടാത്തവനാവൂലേ, എല്ലാവർക്കും ഇടയില് ഞാൻ എന്ന വ്യക്തിത്വം ഈ കാലഘട്ടത്തിന് യോജിക്കാത്തവനായി വിലയിരുത്തൂല എന്നൊക്കെ ഒരു തോന്നല് ശൈത്താനിട്ട് തന്നെയാണ്. ബാക്കിയുള്ളവർക്ക് രാഷ്ട്രീയം പറയാൻ ഒരു തടസ്സമല്ല. അത് ഏത് എതിർ പാർട്ടിക്കാരനാണ് എങ്കിലും, അത് സഹോദരനാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും അടിയനാണെങ്കിലും ഒക്കെ നിങ്ങളെ പാർട്ടി ശരിയല്ല, നിങ്ങൾ ആ ചെയ്തത് ശരിയായിട്ടില്ല, അവിടെ ആ ചെയ്തത് ശരിയല്ല എന്നൊക്കെ നമ്മൾ വിമർശിക്കാനും, അയാൾ അവിടെ കള്ളത്തരം കാണിച്ചില്ല, ഇയാൾ അഴിമതി കാണിച്ചില്ല എന്നൊക്കെ മുഖത്ത് നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനോ സംസാരിക്കാൻ ഒരു പ്രശ്നമില്ല. എന്നാൽ മതപരമായ ഒരു വിഷയം, നീ ആ ജാറത്തിൽ പോയത് ശരിയല്ല, അത് അള്ളാഹുവിനോട് മാത്രം കൊടുക്കല്ലേ ഇബാദത്ത്, നീ ആ ജാറത്തിൽ ആൾക്ക് കൊടുക്കല്ലേ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് മടിയാണ്. അതുണ്ടാവരുത്. മോനെ, എന്താ നിന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ? ഇത് അള്ളാന്റെ റസൂല് വിരോധിച്ച രൂപല്ലേ, അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന രൂപല്ലേ, എന്തിങ്ങനെ വെട്ടിയിട്ടുള്ളത് എന്ന് ചോദിക്കാൻ നമുക്ക് മടിയാണ്. അതുണ്ടാവരുത്. അല്ല, എന്താ മോളെ ഈ വസ്ത്രത്തിലൊക്കെ പുറത്തു പോകുന്നത്? നിന്റെ കൈ ഫുൾ കൈ ഇല്ലല്ലോ, നിന്റെ കഴുത്തിന്റെ ഭാഗം പുറത്ത് കാണുന്നുണ്ടല്ലോ, ഷാൾ എന്താ മാറടത്തിലേക്ക് താഴ്ത്തിയിടാത്തത് എന്ന് ചോദിക്കാൻ വാപ്പാക്ക് മടി, ഭർത്താവിന് പേടി. ഇതുണ്ടാവാൻ പാടുണ്ടോ? സ്വന്തം പെങ്ങളെ ഒന്ന് തിരിച്ചാൽ ആങ്ങൾക്ക് എന്തൊക്കെയോ പേടിക്കേണ്ട ഒരവസ്ഥ ഇല്ല, അതുണ്ടാവരുത്. തെറ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കണം, അതിനെ ഏറ്റവും മാന്യമായി എതിർക്കണം. അത് അവർക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിലാവരുത്, വീണ്ടും അത് ആവർത്തിക്കുന്ന രൂപത്തിലാവരുത്. ഏറ്റവും അവരോട് പറയേണ്ട രൂപത്തിലും ഭാവത്തിലും പറയേണ്ട രീതിയിലും പറയണം. അധികാരമുള്ളവർ അധികാര സ്വരത്തിൽ തന്നെ പറയണം. വാപ്പാര് പറയുമ്പോ ആ വാപ്പയാണെന്നുള്ള നിലയും വിലയും കിട്ടുന്ന രൂപത്തിൽ തന്നെ, കൽപ്പിക്കുന്ന രൂപത്തിൽ തന്നെ പറയാൻ പറ്റും. എന്നാൽ പെങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ അത്ര തന്നെ ഒരു പവർ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു സൂചിപ്പിക്കുന്ന, താത്ത ഇങ്ങനെ പോകുന്നത് അത്ര ശരിയല്ല കേട്ടോ, ഇതാണ് നല്ലത്, സൂറത്തുന്നൂറിലെ 30 മുതലുള്ള ആയത്തുകളൊക്കെ ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ്, അള്ളാഹ് പറഞ്ഞ കാര്യല്ലേ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ നമ്മളെ ഇത്താത്ത അത് വായിച്ചിട്ടുണ്ടാവില്ല, ഇത്താത്താക്ക് അത് അറിയുണ്ടാവില്ല,
തല മറക്കുന്ന വസ്ത്രം മാറിടത്തിലേക്കും തോൾഭാഗത്തേക്കും ചുറ്റിയിടണം എന്നുള്ളത് നമ്മുടെ താത്താക്ക് അറിയുണ്ടാവില്ല. ഇത്താത്ത ആകെ മനസ്സിലാക്കിണ്ടേ തലമുടി മറക്കണം എന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അതല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇത്താത്താനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ മടിച്ചു നിന്നാൽ ഇത്താത്ത എന്താ വിചാരിക്കുക, അളിയാക്ക എന്താ കരുതുക, അവർക്കിപ്പോ മക്കളെ കയ്യിൽ ഇനിയിപ്പോ ഞാനിങ്ങനെ പറയാം, ഇതൊന്നും നമ്മൾ ആലോചിക്കണ്ട. കാരണം അള്ളാന്റെ റസൂലിന് മടി ഉണ്ടായിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടി ഉണ്ടായിട്ടില്ല, സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്ക് മടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കും തിന്മ തടുക്കാൻ മടിയുണ്ടാകേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ദീൻ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുവഹ്ഹിദുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ യാ ഇബാദല്ലാഹ്. സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ മുസ്ലിയാണ് വസിയത്ത് നൽകുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് ഈ ഒരു നാട്ടിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഏതൊരു സമയത്തും നമ്മൾ ഓർക്കണം. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട മതം ആചരിക്കാനും അത് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ നിലക്കും വകവെച്ച് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ മതത്തെയും മറ്റുള്ള ആളുകളുടെ ആശയങ്ങളെയും മാനിച്ചുകൊണ്ട് ആരെയും വെറുപ്പിക്കേണ്ടതില്ല. മറിച്ച് അവർക്ക് വിദ്വേഷം ഉണ്ടാക്കാത്ത രൂപത്തിൽ തന്നെ നമുക്ക് യഥാർത്ഥ ദീനിനെ കൃത്യമായും അറിയിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ഉണ്ട്. ദഅവത്തിൽ ഹിക്മത്തുകൾ പ്രയോഗിക്കണം എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ മാന്യതയോടുകൂടെ സംസാരിക്കണമെന്നും മാന്യത വിട്ടുകൊണ്ടുള്ള ഒരു പരിധിയിലേക്ക് ഒരു അഭാവം നമ്മിൽ ഉണ്ടാകാത്ത രീതിയിൽ ദഅവ രംഗത്തേക്കൊക്കെ നമ്മൾ ഇറങ്ങണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ സജീവമായി കൊണ്ട് തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാടിന്റെ എല്ലാ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കാൻ വേണ്ട എല്ലാ പ്രയത്നവും പ്രവർത്തനവും നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. സമാധാനം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു പോലും നമ്മോട് പറഞ്ഞത് ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്നുള്ളത്. സ്വാഭാവികമായും നമ്മളെ ഹക്ക് പറയുമ്പോ, നന്മ കൽപ്പിക്കുമ്പോ, തിന്മ വിരോധിക്കുമ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടൂല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. പക്ഷെ നമ്മൾ ഹക്ക് ആയിരിക്കണം പറയേണ്ടത്. നമ്മൾ കപടത കാണിക്കാൻ പാടില്ല, നമ്മിൽ ഒരു കാപട്യം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പറഞ്ഞ ആശയം അവർ സ്വീകരിച്ചില്ലെങ്കിലും അവരുടെ മനസാക്ഷി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം, അവർ പറയുന്നത് തന്നെയാണല്ലോ ശരി എന്ന് അവരുടെ മനസാക്ഷി അവരോട് പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ദീനുമായി നാട്ടിലേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ളതാണ്. വിശ്വാസികളുടെ നീതിബോധം നമ്മൾ കൃത്യമായി കൊണ്ട് ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. ഒരാളോട് നമ്മൾ അനീതി കാണിക്കരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഒരുപാട് മാതൃക നാടുമായി ബന്ധപ്പെട്ടും നാടിനെ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ടും നാട്ടുകാരോടുള്ള പ്രിയവുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ആദ്യ വചനങ്ങൾ കിട്ടി പേടിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് വന്ന് എന്നെ പുതുപ്പിച്ചതാ ഖദീജ എന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. കാരണം നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്, നിങ്ങൾ അതിഥി ആദരിക്കുന്ന ആളാണ്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ചുമക്കുന്ന ആളാണ് നിങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങളെ അള്ളാഹു കൈവടിയുകയില്ല. ഇതെത്ര ഈ ഒരു മാന്യതയിലേക്കും ഈ ഒരു വ്യക്തിത്വത്തിലേക്കും നമ്മൾ ആ റസൂലിന്റെ അനുയായികൾ എന്നുള്ള നിലക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഐക്യവും സാഹോദര്യവും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ അപക്വമായ ഇടപെടൽ കൊണ്ടോ ഹിക്മത്തില്ലാത്ത എന്തെങ്കിലും വൈകാരികമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടോ ഒരുപാട് ആളുകൾക്ക് ദീനെത്തുന്ന അവസരങ്ങളെയും ഒരുപാട് ആളുകൾക്ക് ദീനെ കൊണ്ടു നടക്കാനുള്ള ഈ ഒരു സ്വാതന്ത്ര്യത്തെയും ഇല്ലാതെയാക്കുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നുണ്ടാകില്ല. അതുകൊണ്ട് അവിവേകപൂർവ്വം നമ്മൾ ഒരിടത്തും
ഇടപെടരുത് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് അമുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇതര ആദർശക്കാരുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. നമുക്കാരോടും വിദ്വേഷമില്ല, നമുക്കാരോടും വെറുപ്പില്ല, മറിച്ച് അവരെല്ലാവരും സത്യം മനസ്സിലാക്കണം. അവരും നമ്മുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഉണ്ടാവണമെന്ന് നന്മയായിരിക്കണം, മറ്റുള്ളവരുടെ ഗുണമായിരിക്കണം നമ്മൾ ഓരോ സമയത്തും നമ്മൾ കാക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഗുണകാംക്ഷയോട് കൂടെ ആയിരിക്കണം പൊതുരംഗത്ത് നമ്മൾ ഇടപെടേണ്ടത്. ഒരിക്കലും തന്നെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഞാനും എന്റെ ദീനും എന്റെ ഇബാദത്തും ഒക്കെയായി മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. മറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം, അതിൽ ഇടപെടണം, എന്നിട്ട് മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുമുള്ള ഖൈറുകൾ ഒരുമിച്ച് കൂടുന്ന ആളുകളായിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള എല്ലാ ഹിക്മത്തുകളും മനസ്സിലാക്കിക്കൊണ്ട് മാന്യതയും മര്യാദയോടും കൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. മതമുള്ളവൻ അതനുസരിച്ച് ജീവിക്കാനും മതമില്ലാത്തവന് അതില്ല എന്ന് പറയാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഐക്യം തകർക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് അവിവേകപൂർവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഓരോ പൗരനും അവകാശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കപ്പെട്ട രൂപത്തിലേക്ക് ഫാഷിസം വല്ലാതെ കടന്നു കൂടിയ സമയത്ത് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. ഈ ഒരു നാട്ടിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന, ഈ നാടിനെ നശിപ്പിക്കുന്ന പല പ്രവണതകളും വൈദേശിക ശക്തികളിൽ നിന്നും അതുപോലെ തന്നെ രാജ്യത്തിന്റെ അകത്തുള്ള പല ശക്തികളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അവിടെ ജാതി നോക്കാതെ മതം നോക്കാതെ ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഈ നാട്ടിലെ ജനതയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ പങ്കാളികളാകേണ്ടതുണ്ട്. കാരണം ഈ നാട് കൃത്യമായി ഈ സ്വാതന്ത്ര്യത്തോടുകൂടെ നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് നമ്മൾ ഓരോ കാര്യത്തിലും ഇടപെടേണ്ടത്. റബ്ബ് എല്ലാ നിലക്കും റബ്ബിന്റെ ദീനിനെ കൃത്യമായി അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സ്വാതന്ത്ര്യം റബ്ബ് സുബ്ഹാനഹു വ തആല ദീന് കൊണ്ടു നടക്കാനും പ്രചരിപ്പിക്കാനും ദീനുമായി എല്ലാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഈ ഒരു സ്വാതന്ത്ര്യം റബ്ബ് നമുക്ക് തുടർന്ന് അങ്ങോട്ടും എല്ലാ കാലത്തും നമ്മുടെ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.